ട്രിപ്പിൾ ഓം ശാന്തി. കൂളിംഗ് ഗ്ലാസും വെച്ച് വളരെ കൂളായിട്ട് ജ്ഞാനം പറയാൻ വന്നിരിക്കും. ജ്ഞാനം പറയുന്ന സമയം ആര് ഓരോരുത്തർക്കും പറയാം. 33 കോടി ആത്മാക്കൾക്കും വേറിട്ട രീതിയിലാണ് ബാബയുടെ ജ്ഞാനം മനസ്സിലാവുക. അതുകൊണ്ടാണ് ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ള 33 കോടി ആത്മാക്കൾക്കും ഡ്രാമാനുസരണം വിവിധ സ്റ്റേജുകൾ നൽകിയിട്ടുള്ളത്. വിവിധ സ്റ്റേജുകൾ നൽകിയിട്ടുള്ളതിന്റെ ആധാരത്തിൽ പരമാത്മാവിന്റെ അടുത്തടുത്ത് ആരൊക്കെ വരുന്നുണ്ടോ, ആരൊക്കെ പരമാത്മാവിന്റെ അടുത്ത് വരുന്നുണ്ടോ, അതിന്റെ ആധാരത്തില്, അതിന്റെ അടിസ്ഥാനത്തില് അവരവർക്ക് വിവിധ പാർട്ടുകൾ ലഭിക്കും. 84 ജന്മത്തിന്റെ കഥ അത് സത്യത്രേതായുഗത്തിലായിട്ട് കിട്ടും. ഇതാണ് ശരിക്കും ഡ്രാമ. ദ്വാപര കലിയുഗത്തില് അതിന്റെ കണ്ടിന്യൂവേഷൻ. ഈ ദ്വാപര കലിയുഗം ചെറിയ യുഗമല്ല, സത്യത്രേതായുഗം ചെറിയ യുഗമല്ല. ഇതിന്റെ മുഴുവനും ബേസ് എന്ന് പറഞ്ഞാൽ ഈ പുരുഷോത്തമ സംഗമയുഗം. എല്ലാ കൽപ്പത്തിലും ഓരോരുത്തരും ശരിയായ വിധത്തില് ഭഗവാൻ രക്ഷ നൽകുന്നത് ഈ സംഗമയുഗത്തിലാണ്, പുരുഷോത്തമ സംഗമയുഗത്തിൽ. എങ്ങനെ രക്ഷ? ബന്ധനത്തുനിന്ന് രക്ഷ. എന്തെന്നൊക്കെയാണ് മുക്തി? ഒന്നുകിലും മുക്തി, ഇല്ലെങ്കിൽ ജീവൻമുക്തി. രണ്ടും നൽകണം. മുക്തി എങ്ങനെ എടുക്കണോ അവർക്ക് ആ രീതിയിൽ എടുക്കണം. ജീവൻ മുക്തി എങ്ങനെ എടുക്കണോ അവർക്ക് ആ രീതിയിൽ എടുക്കാം. വളരെ കൂളായിട്ട് കൂളിംഗ് ഗ്ലാസും ധരിച്ചിട്ട് എടുക്കാം. വളരെ സിമ്പിളാണ്. ഏത് വസ്ത്രം ഇട്ടിട്ടെടുക്കാം, ഏത് സാഹചര്യത്തിലെടുക്കാം. പക്ഷെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആകെ വേണ്ട ഒരേ ഒരു സംഭവം ജ്ഞാനത്തിന്റെ അടിസ്ഥാനം. ജ്ഞാനം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിലെ യോഗം ചെയ്യാൻ പറ്റുള്ളൂ, ധാരണ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ധാരണ ചെയ്യണോ, എത്ര രീതിയിൽ, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വളരെ കുറഞ്ഞ സെക്കൻഡ് പരിപാടിയുള്ളൂ. ഒറ്റ സെക്കൻഡ് പരിപാടി. ബാബ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സെക്കൻഡ് പരിപാടി. ആ ഒരു സെക്കൻഡിലേക്ക് എത്തിച്ചേരാനാണ് ഈ കളി മുഴുവൻ നടക്കുന്നത്. പരമാത്മാവിന്റെ അടുത്തേക്ക് ഒരു സെക്കൻഡ് പരിപാടിയുള്ളൂ. എന്നാലോ അത് അമ്മാനച്ഛന്റെ വീട്ടിലേക്ക് പോകണം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒരു സെക്കൻഡാണ് സംഗതി, പക്ഷെ അമ്മാനച്ഛന്റെ വീട്ടിലേക്ക് പോകണം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് നല്ല ചിന്തിക്കേണ്ട കേസ്. ഈ ദിവ്യബുദ്ധി ഉണ്ടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും മായ, കുബുദ്ധി വിടൂല. എല്ലാവരുടെ അവസ്ഥയായിട്ടാ. 63 ജന്മം കുബുദ്ധിയോടെ നടന്ന് ആത്മാക്കളെ ഒരു ജന്മം ദിവ്യബുദ്ധിയിലേക്ക് പെട്ടെന്ന് വിടുകയില്ല. മായയുടെ കളി പല വിധത്തിൽ കളിക്കും. ഭയങ്കര ഷോ ആണ് മായ. പക്ഷെ ആ ഷോയില് പോയി പെട്ടാലിട്ട് പോണോണ്ടല്ല, ആ ഷോയില് പോണം, ആ ഷോയിലും കളിക്കണം. കാരണം 2 സ്ഥലത്തും കളിക്കേണ്ടവരാരാണ്? നമ്മൾ തന്നെയാണ്. സത്യത്രേതായുഗത്തിൽ കളിക്കുന്നവരും സനാതനധർമ്മത്തിലുള്ളവരാണ്. ദ്വാപര കലിയുഗത്തിൽ കളിക്കുന്നവരും
ഇതേ സനാതന ധർമ്മത്തിലെ 33 കോടികൾ തന്നെയാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗത്തിൽ കളിച്ച് പാസ്സാവണ പരിപാടി. അതാണ് ഉത്സവം, അതാണ് സെലിബ്രേഷൻ. ആ സെലിബ്രേഷൻ എവിടെ? ഇവിടുന്ന് പാസ്സാവുന്ന സെലിബ്രേഷൻ വിവിധ വിധത്തിലാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിവിധ അമ്പലങ്ങളില് വിവിധ രീതിയിലുള്ള പൂജകളും വിവിധ രീതിയിലുള്ള ഉത്സവങ്ങളും നടക്കുന്നത്. ഇന്നും പല പല ക്ഷേത്രങ്ങളും തച്ച് തകർത്ത് പുനരുദ്ധാരണം പോലും സാധ്യമല്ലാത്ത വിധം ഭൂമിയുടെ അടിയിലേക്ക് ആക്കിയിട്ടുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. അതല്ല, പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന പല ക്ഷേത്രങ്ങളുണ്ട്. പുനരുദ്ധാരണം പൂർത്തിയായി നല്ല ഭംഗിയിൽ ദേവസ്വം ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം നാട്ടുകൂട്ടം ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുണ്ട്, പലതുണ്ട്. ഇതിന്റെ മുഴുവൻ കളിയും ബേസ് സനാതനധർമ്മം. സനാതനധർമ്മത്തിലെ ഓരോരോ ആത്മാക്കളാണ് ഇതിന്റെ മുഴുവൻ ആധാരം. അവര് ക്ലിയർ ആവുന്നതോടുകൂടി ക്ഷേത്രങ്ങൾ ഇനിയും പണിയും. കാരണം തച്ച് തകർത്തത് സനാതനധർമ്മത്തിൽ തന്നെ ഉള്ളവരല്ല, ഭക്തരും മറ്റുള്ളവരും. സനാതനധർമ്മത്തിലുള്ളവരും ആ സമയത്ത് അതിന് കൂട്ടുനിന്നിട്ടുണ്ടാവും. കാരണം വൈഷ്ണവനും ശൈവനും അന്ന് ഇടിയിലായിരുന്നു. എപ്പോ? ഇപ്പോഴല്ല, കുറെ മുന്നേ. ഈ സമയത്താണ് വൈദേശികർ ഇവിടേക്ക് ഭാരതത്തിലേക്ക്. ഭാരതത്തില് വൈഷ്ണവ ശൈവ ഇടി നടക്കുന്ന സമയത്ത് വൈദേശികർ വന്നു. അപ്പൊ അവര് കാര്യങ്ങൾ മനസ്സിലാക്കി. അന്ന് വെറും ചെറിയ സംസാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവാണ്, അല്ല ശിവനാണ്. രണ്ടു കൂട്ടരും തമ്മിലല്ല, ഞങ്ങളുടെ ദൈവം വിഷ്ണുവാണ്, ദൈവം ശിവനാണ്. ഈ രണ്ട് ചെറിയ ചെറിയ ഇടിപിടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വൈദേശികർ, വിവിധ വൈദേശികർ അവരിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി. പിന്നെ അവർക്ക് എളുപ്പമായല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അവസാനത്തെ സമയത്ത് ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തെ അവര് കൊള്ളയടിച്ചു. അവർക്ക് കൊള്ളയടിക്കാനുള്ള അവസരം ആരുണ്ടായി കൊടുത്തു? ഈ സനാതനധർമ്മത്തിലുള്ള പച്ചക്കുള്ള ആത്മാക്കളും അതുപോലെ അവരുടെ ഭക്തരും എല്ലാവരും കൂടി ചേർന്ന് വളരെ സമ്പൽ സമൃദ്ധമായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദ്വാപര കലിയുഗത്തിൽ. ദ്വാപര കലിയുഗത്തിലിട്ടോ ആ 2500 വർഷം വളരെ സമ്പൽ സമൃദ്ധമായിട്ട് തന്നെയായിരുന്നു, വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് മറ്റ് വൈദേശികരുടെ സംസ്കാരം കുട്ടികളും. വൈദേശികർക്ക് നമ്മളുടെ കുറെ കാര്യങ്ങൾ കൊടുത്തെങ്കിലും അവര് കുറെ എടുത്തെങ്കിലും അവരുടെ സംസ്കാരം എന്താ? വിനാശം. അവരിങ്ങനെ വിനാശം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ദ്വാപരയുഗം 1250 വർഷം ആയപ്പോഴേക്കും ഒരു വിനാശം സംഭവിച്ചു. അതിലാണ് ഈ പറഞ്ഞ പോലെ ഡൈനോസേഴ്സ് അങ്ങനെ കുറെ ഗുണങ്ങളുള്ള കുറെ സംഭവങ്ങളൊക്കെ കുറെ വിനാശമായി പോയിട്ടുണ്ട് ആ സമയത്ത്. ഡൈനോസറുകളുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു. അത് ഈ വൈദേശികരുടെ ആക്രമണത്തിലാണ്. അതെവിടെയാണ്? ഭാരതത്തിൽ ഉണ്ടായിരുന്നതല്ല, എന്നാൽ ഭാരതത്തിന് മറ്റ് ഖണ്ഡങ്ങളെയൊക്കെ നല്ല ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കുന്ന ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. ദിനോസറുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ദിനോസറുകൾ വന്ന് മനുഷ്യരെ മുഴുവൻ പിടിച്ചു തിന്ന, ഭൂമുഖത്തെ മുഴുവൻ അപ്രത്യക്ഷമാക്കാൻ പാകത്തിൽ ആക്കി തീർത്തത് ആരാണ്? മനുഷ്യർ തന്നെ. കാരണം മനുഷ്യർ ഈ ദ്വാപരയുഗം അങ്ങോട്ട് ആദ്യം തുടങ്ങിയ സമയത്തെ ഡൈനോസേഴ്സും മറ്റ് ജീവജാലകങ്ങളും ഒക്കെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുണ്ടായിരുന്നില്ല. അത് പ്രകൃതി കറക്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ മോശമായ സാഹചര്യം കൂടുതലായപ്പോൾ ഈ പറഞ്ഞ ജീവികൾ മനുഷ്യരിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന്റെ കൺട്രോളും അവർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഡൈനോസേഴ്സും
മാംസഭുക്കുകളല്ലായിരുന്നു. നല്ലൊരു ശതമാനം ഡൈനോസേഴ്സും സസ്യഭുക്കുകളായിരുന്നു. ട്രിപ്പിൾ ഓം ശാന്തി.